നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. എന്താ വ്ളോഗ് ഇടാത്തതെന്ന് കുറേ പേര് ചോദിക്കും. ഇപ്പം സെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത്. അപ്പം ഇതൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ വ്ളോഗുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസമായിട്ട് അത് ഇടും കേട്ടോ. പിന്നെ ഇപ്പം ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ലൈവായിട്ട് പോയോണ്ടിരിക്കുകയാണ്. ഏകദേശം 1500 കൂടുതൽ ടോപ്പ് ബ്രാൻഡ്സ് 50-80% വരെ ഓഫിലാണ് സെയിൽ പോയോണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി ഫാഷൻ ഐറ്റംസ് മേടിക്കാനുണ്ടെങ്കിൽ സെയിൽ തീരണേറ്റ് മുന്നേ മേടിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഈ സെയിലിൻ്റെ സമയത്ത് വാങ്ങിയെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഞാൻ വാങ്ങിയത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഈ ഒരു ഐബ്രോ സംഭവമാണ് കേട്ടോ. ഐബ്രോ പെൻസിലാണ്. അപ്പം ഇത് രണ്ടെണ്ണം അല്ലാണ്ട് വേറെയും ഞാൻ മുന്നേ ഇത് കുറേ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാൾസിൻ്റെ ഓബ്രോ പെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് വെച്ചാൽ ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് ഐബ്രോ വരച്ചിട്ടുണ്ടെന്ന് തോന്നാത്ത രീതിയിൽ തന്നെ നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. കുഞ്ഞതാണ്, പെട്ടെന്ന് തീരും. ഏകദേശം ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 മാസത്തേക്കൊക്കെയാണ് ഈ ഒരെണ്ണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ഇത് ഭയങ്കര രസം, അടിപൊളിയാണ്. നമുക്ക് കുഞ്ഞേ ലൈനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പം അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 200 രൂപയുടെ അടുത്താണ് ഈ ഒരു ഐബ്രോ പെൻസിലിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് ലിപ് ബാമാണ്. ഇത് ഫോക്സ്റ്റൈലിൻ്റെ ബ്രൈറ്റനിങ് ലിപ് ബാമാണ് കേട്ടോ. ഇതിനകത്ത് SPF ഒക്കെ ഉണ്ട്, SPF 30 ഒക്കെ ഉണ്ട്. അപ്പം ഇത് ഒരു ന്യൂഡ് കളറാണ് കേട്ടോ. അതായത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഒന്നും ഇടണില്ല, വെറുതെ ലിപ് ബാം മാത്രം ഇട്ടിട്ടൊക്കെ നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഇതിൻ്റെ പിങ്ക് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്, അത് തീർന്നിട്ടില്ല. പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് വേണ്ടാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ ചുണ്ടിൽ ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. ഈ ഒരു ലിപ് ബാം നല്ല രസമാട്ടോ. അപ്പം മാത്രമല്ല നമുക്കിങ്ങനെ ചുണ്ട് ഇങ്ങനെ വരണ്ടിരിക്കുക, പൊട്ടിയിരിക്കുക. അപ്പോൾ ഈ ഒരു സമയം ഇനി അങ്ങോട്ട് കാറ്റിൻ്റെ സമയമാണ്, വിൻ്റർ സമയമാണ് ഇനി വരാൻ പോണേ. ആ സമയത്തേക്കൊക്കെ ബെസ്റ്റ് ലിപ് ബാമാണ് ഈ ഒരു ലിപ് ബാം കേട്ടോ. നല്ല കേട്ടോ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ലിപ് ബാമുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു ലിപ് ബാമാണ്. ഇതിന് ഏകദേശം 4 വെറൈറ്റികൾ വരുന്നുണ്ട്. അപ്പം അതിൽ 3 എണ്ണം ഞാനിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഞാൻ യൂസ് ചെയ്യാത്തുള്ളൂ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇനിയൊരു ഐലൈനർ പെൻസിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് എന്താണ്, ലവ് ചൈൽഡ് മസാബ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബ്രാൻഡിൻ്റെ പെൻസിലാണ് കേട്ടോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ണെഴുതുന്ന ആളല്ല, പക്ഷെ എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു കാജൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കണ്ണെഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് മേടിച്ചത്. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ടപ്പോൾ തന്നെ തീരെ ഇങ്ങനെ ഇളകി പോവുകയോ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെൻസിലാട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെൻസിലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എഴുതി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലതാണ്, നല്ല ബ്രാൻഡുമാണ്. അപ്പോൾ അതാണ് ഞാനിത് യൂസ് ചെയ്തു. ഞാൻ ഒന്നിനോടൊട്ടും ഉപയോഗിച്ചു. അപ്പോൾ അതാണ് നെക്സ്റ്റ് വാങ്ങിയത് കേട്ടോ. ഇനി അടുത്തത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബനാന പൗഡറാണ്. ഇത് റെനെ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബനാന പൗഡറാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഞാൻ ഷുഗർ പോപ്പിൻ്റെ ബനാന പൗഡറാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഇപ്പം കിട്ടുന്നില്ല, ഒറ്റ സൈറ്റിലും കിട്ടുന്നില്ല. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ബനാന പൗഡർ എനിക്ക് അത്രയേ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാൾസിൻ്റെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെനയുടെയാണ്. ഇത് കുറച്ചുകൂടെ റേറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 400-500 ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇതും നല്ല ആട്ടോ, അടിപൊളിയാണ്. ഇത് കുറച്ചുകൂടെ ഒരു വൈറ്റ് ഷെയ്ഡാണ്. നമ്മൾ ഈ ലൂസ് പൗഡറൊക്കെ ഇല്ലേ, സാധാ ലൂസ് പൗഡറൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു കളറാണ് ഇതിന്. പക്ഷെ അത്യാവശ്യം നേരം ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിത് ഇട്ട് നോക്കി. ഞാൻ ഹോൾ വീഡിയോ എന്ന് വെച്ചാലും ഇപ്പോൾ ഓപ്പൺ ആക്കുകയല്ല കേട്ടോ. എല്ലാം എൻ്റെ കയ്യിൽ ഇങ്ങനെ മേക്കപ്പിൻ്റെയോ സ്കിൻ കെയറിൻ്റെ സാധനങ്ങൾ കിട്ടി. എനിക്കത് അപ്പോൾ തുറന്ന് പരിശോധിച്ചില്ലെങ്കിൽ ഒരു സമാധാനം വരില്ല. അപ്പം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവം ആകെ ഇത്തിരിയേ ഉള്ളൂ കേട്ടോ. നമ്മളിതിങ്ങനെ വലിയ ബോക്സ് കാണുമ്പോൾ ഈ പാക്കിങ്ങൊക്കെ ഇതുപോലെ പാക്കിങ്ങൊക്കെ കാണുമ്പോൾ ഒത്തിരി ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷേ ആകെ ഇത്തിരിയേ ഉള്ളൂ. ഇത് കുഴപ്പമില്ല. പക്ഷേ യെല്ലോ ടിൻ്റല്ല, കുറച്ച് വൈറ്റ് ടിൻ്റാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് മീഡിയം, അതേപോലെ ഡീപ്പ്, ഫെയർ, അങ്ങനെ 3 സ്കിൻ ടോണിലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ.
അപ്പോൾ മീഡിയം ആണ് തോന്നുന്നു കുറച്ചുകൂടെ യെല്ലോ ഉള്ളത്. അപ്പം ഞാൻ ഇത് ഫെയറാണ് മേടിച്ചത്. പക്ഷേ ഇത് ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ ഒരു യെല്ലോ അണ്ടർടോൺ ആയതുകൊണ്ട് എനിക്ക് യെല്ലോ കുറച്ചുകൂടെ സ്യൂട്ടാവണ പോലെ തോന്നിയിട്ടുണ്ട്. ഷുഗർ ബോബിൻ്റെ ഒക്കെ യെല്ലോ ആയിരുന്നു, പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ഇത്തിരി ഒരു പൊടി റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പം അതാണ് അടുത്ത് വാങ്ങിയത്. പിന്നെ ഇതൊക്കെ മേടിച്ചപ്പോൾ എനിക്കൊരു എന്തെന്ന് ഫേസ് വാഷ് ഫ്രീ ആയിട്ട് കിട്ടിയതാട്ടോ. പക്ഷെ എനിക്ക് ഈ ഫേസ് വാഷ് ഞാനിപ്പം എൻ്റെ കയ്യിൽ ഞാനിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷിൻ്റെ തന്നെ കുട്ടിയാണ് കേട്ടോ ഇത് ഫോക്സ്ടെയിലിൻ്റെ വിറ്റാമിൻ സി. ഇത് ഞാൻ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷിൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇനി മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന നേരത്താണ് ഈ ഒരു സംഭവം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ. ഇത് കുറച്ച് 15 ml കുട്ടി പാക്കാണ് കേട്ടോ, സാമ്പിൾ പാക്കാണ്. നല്ല സ്മെല്ലാണ്, നമ്മൾ ഓറഞ്ചിൻ്റെ മണമാണ്, നല്ല ഫേസ് വാഷാണ്. അപ്പം അധികം ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സോപ്പും അതുപോലെ പതേ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇത് കേട്ടോ. അതിൻ്റെ വലുതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു സെയിലിൻ്റെ സമയത്ത് മേടിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ബ്ലോഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സെയിലും കാര്യങ്ങളും അതിൻ്റെ വീഡിയോസ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വ്ളോഗ് വരാത്ത. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടാം. ടാറ്റ.